Hello, and the topic audio compression and sound digital audio. Audio compression. Audio compression data, a type of lossy or lossless compression in which the amount of data in a recorded waveform is reduced to differing extents for transmission respectively with or without some loss of quality. Used in CD, MP3 encoding, internet and radio and like. അതായത് ഡാറ്റ കംപ്രഷൻ ഓഡിയോ കംപ്രഷൻ എന്നാൽ നമ്മൾ ഓഡിയോസിനെ കംപ്രസ് ചെയ്യാം ഓഡിയോസിനെ ഒരു വേവ് ഫോം ഉപയോഗിച്ചിട്ട് ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ അത് കംപ്രസ് ചെയ്യാം. ഈ കംപ്രസ് ചെയ്യുമ്പോൾ അത് ഒന്നില്ലെങ്കിൽ ലോസി ആയിരിക്കും ഒന്നില്ലെങ്കിൽ ലോസ്ലെസ് ആയിരിക്കും. അതായത് അതിന്റെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യാൻ അതിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവുമ്പോഴാണ് അത് ലോസി ആയിരിക്കുക. അതുപോലെ തന്നെ ലോസ്ലെസ് എന്ന് പറയുമ്പോൾ അതിന്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരാതെ അതിന്റെ ട്രാൻസ്മിഷൻ നടത്തുന്ന ലോസ്ലെസ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് CD, MP3 എൻകോഡിംഗ്, ഇന്റർനെറ്റ്, റേഡിയോ ഇങ്ങനത്തെ കാര്യങ്ങളിലാണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആൻ എസെൻഷ്യൽ ടാസ്ക് ഇൻ മിക്സിംഗ് മ്യൂസിക് അലോങ്സൈഡ് ഇക്വലൈസേഷൻ ആൻഡ് അപ്ലൈയിങ് ഓഡിയോ എഫക്ട് ലൈക്ക് റിവേർബ് ആൻഡ് ഡിലേ. In fact, compression is an essential skill for all music producers that has a huge impact on everything from drums to the modern studio vocal. അതായത് നമ്മുടെ മ്യൂസിക് മിക്സ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ഓഡിയോ കംപ്രഷനിൽ എസെൻഷ്യൽ അതിന്റെ ഒരു മെയിൻ പാർട്ടാണ്. കാരണം അതായത് ഈ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഏത് ടൈമിലാണ് അതിലേക്ക് മ്യൂസിക് ആഡ് ചെയ്യാനും അതിന്റെ ഒരുപാട് പിച്ചസും അതുപോലെ റീവേർബ് ചെയ്യാനും അതിന്റെ ടൈം ഡിലേക്കൊക്കെ നമ്മുടെ ഈ കംപ്രഷൻ യൂസ് ചെയ്യുന്നുണ്ട്. Compressors and limiters are used to reduce dynamic range. ഈ കംപ്രസേഴ്സും അതുപോലെ തന്നെ ലിമിറ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ടു റെഡ്യൂസ് ദി ഡൈനാമിക് റേഞ്ച് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കംപ്രഷൻ ടെക്നിക് യൂസ് ചെയ്യുന്നത്. ദി സ്പാൻ ബിറ്റ്വീൻ ദി സോഫ്റ്റസ്റ്റ് ആൻഡ് ലൗഡസ്റ്റ് സൗണ്ട്. അതായത് കംപ്രഷൻ ആൻഡ് ലിമിറ്റേഴ്സ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ഡൈനാമിക് റേഞ്ച്, ദാറ്റ് ഇസ് ദി സ്പാൻ ബിറ്റ്വീൻ ദി സോഫ്റ്റസ്റ്റ് ആൻഡ് ലൗഡസ്റ്റ് സൗണ്ട്. അതായത് ലൗഡസ്റ്റ് സൗണ്ട് ഉണ്ടാവും, സോഫ്റ്റസ്റ്റ് സൗണ്ട് ഉണ്ടാവും. അത് തമ്മിലുള്ള ഒരു ഡൈനാമിക് റേഞ്ച് റെഡ്യൂസ് ചെയ്യാൻ, അത് തമ്മിലുള്ള സ്പാൻ റെഡ്യൂസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. യൂസിങ് കംപ്രഷൻ can make your own tracks sound more polished by controlling maximum levels and maintaining higher average rollers. അതായത് നമുക്ക് ഈ കംപ്രഷൻ ടെക്നിക് യൂസ് ചെയ്തിട്ട് നമ്മുടെ മ്യൂസിക്കിന്റെ ആ ഒരു ട്രാക്ക് ഒക്കെ പോളിഷ് ചെയ്തിട്ട് അത് നമുക്കൊരു മിനിമം ലെവലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം ഹൈ വോളിയം പിച്ച് ഒക്കെ ഒഴിവാക്കിയിട്ട് ലൗഡ്നെസ് ഒഴിവാക്കിയിട്ട് അതിലേക്ക് വരുന്ന ആംബിഗ്യസ് ഡാറ്റാസിനെയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. Here are some different compression types in this. Okay. Why compress? Compression can be used to subtly massage a track to make it more natural sounding and intelligent without adding distortion, resulting in a songs that is more comfortable to listen to. Additionally, many compressors, both the hardware and software, will have signature sound that can be used to inject wonderful coloration and tone in otherwise lifeless tracks. Alternatively, over-compressing your music can really skews the life out of it. Having a good grasp of the basic will go a long way towards understanding how compression works and confidently using it to your advantage. ഓഡിയോ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദി കംപ്രസേഴ്സ് യു ആർ യൂസിങ്. നമുക്ക് പലതരത്തിലുള്ള കംപ്രസേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന കംപ്രസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റിയിലും അതിന്റെ ടൈപ്സിലൊക്കെ നമുക്ക് വേരിയേഷൻസ് ഉണ്ടായിരിക്കും. Depending on which compressors you are using, whether it is hardware unit or a plug-in, there are some common parameters that controls the audio compression that should be familiar with. Understanding each of the following controls will allow you to work comfortably with the wide range of compressors. Threshold another type ആണ്. First type threshold. The threshold controls sets of level at which the compression effect is engaged. Compression level engage ചെയ്യുന്ന സെറ്റിനാണ് ഇവിടെ പറയുന്നത്.
Only when a level passes above the threshold it will be compressed. ഈ ഒരു threshold level എന്ന് പറഞ്ഞ ലെവൽ ഉണ്ട്. ആ ഒരു ലെവല് ആ ഒരു ലെവലിന്റെ എബോ ചെന്നാൽ മാത്രമേ ആ ഒരു ഡാറ്റ നമ്മൾ കംപ്രസ് ആവുള്ളൂ. ഇഫ് ദി ത്രഷോൾഡ് ലെവൽ ഇസ് സെറ്റ് ടു -10 dB, അതായത് ത്രഷോൾഡ് ലെവൽ എന്ന് പറഞ്ഞാൽ -10 dB ആണെങ്കിൽ ഓൺലി സിഗ്നൽ പീക്ക് ദാറ്റ് എക്സ്റ്റെൻഡ് എബോവ് ദി ലെവൽ വിൽ ബി കംപ്രസ്ഡ്. നമ്മൾ ഒരു ത്രഷോൾഡ് ലെവൽ ഒരു ആവറേജ് റേഞ്ച് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ആ ഒരു റേഞ്ചിന് എബോവ് ആയിട്ട് ആ ഒരു സിഗ്നൽ പോയാൽ മാത്രമേ അത് കംപ്രസ് ആവുള്ളൂ. the rest of the time no compression will be taking place. അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മുടെ കംപ്രഷൻ നടക്കൂല. the knee refers to how the compressors transition between non-compressed and compressed state of an audio signal running through it. The knee refers to how the compression transition between the non-compressed and compressed state of the audio signal running through. കംപ്രസ്ഡ് ആയിട്ടുള്ള നോൺ കംപ്രസ്ഡ് ആയിട്ടുള്ള സിഗ്നൽസ് തമ്മിലുള്ള എങ്ങനെയാണ് ട്രാൻസിഷൻ നടക്കുന്നത്, അതായത് ഒരു കംപ്രസ്ഡ് സിഗ്നലും ഒരു നോൺ കംപ്രസ്ഡ് സിഗ്നൽസും ഇവർ തമ്മിലുള്ള ട്രാൻസിഷൻ എങ്ങനെ നടക്കുന്നതാണ് നീൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ടിപ്പിക്കലി കംപ്രസേഴ്സ് വിൽ ഓഫർ വൺ ഓർ ഇൻ സം ഇൻസ്റ്റൻസസ് എ സ്വിച്ചബിൾ ചോയ്സ് ബിറ്റ്വീൻ ബോത്ത് എ സോഫ്റ്റ് നീ ആൻഡ് ഹാർഡ് നീ. രണ്ട് തരത്തിലുള്ള നീസ് ആണുള്ളത്. some compressors will even allow you to control the selection of a position between two types of knees. As you see in the diagram, soft knee it allows smoother and gradual compression than hard knee. അതായത് സോഫ്റ്റ് നീ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കംപ്രഷൻ ആണ് നമുക്ക് ഗെറ്റ് ചെയ്യുന്നത് സോഫ്റ്റ് നീ യൂസ് ചെയ്തിട്ട്. ഇതാണ് ഇൻപുട്ട് ലെവൽ, ഇതാണ് ഡി ബി, നമ്മുടെ ത്രഷോൾഡിന്റെ ഡി ബി ആണ്. അതുപോലെ തന്നെ ഇതാണ് ഔട്ട്പുട്ട്. അതായത് സോഫ്റ്റ് നീ എന്ന് പറയുമ്പോൾ അതൊരു കേർവ് ആയിട്ട് പോകും, ഹാർഡ് നീ എന്ന് പറയുമ്പോൾ അതിനൊരു വേരിയേഷൻസ് ഉണ്ടായിരിക്കും. അറ്റാക്ക് ടൈം. This refers to the time it takes for a signal to become fully compressed. After exceeding the threshold level, faster attack time are usually between 20 to 800 US microseconds depending on the type of the brand of unit, while slower time generally range from 10 to 100 ms. Some compression express this as slopes in dB per second rather than the time. Fast attack time may create distraction by modifying inherently slow moving low frequency waveforms. Okay. Release time. Attack time എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു the attack time, this refers to the time it takes for a signal to become fully compressed after exceeding the threshold level. ത്രഷോൾഡ് ലെവൽ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സിഗ്നലിൽ ഫുള്ളി കംപ്രസ് ആവാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് അറ്റാക്ക് ടൈം എന്ന് പറയുന്നത്. റിലീസ് ടൈം ദിസ് ഈസ് ലിറ്ററലി ദി ഓപ്പോസിറ്റ് ഓഫ് അറ്റാക്ക് ടൈം. അറ്റാക്ക് ടൈമിന്റെ ഓപ്പോസിറ്റ് ആണ് റിലീസ് ടൈം എന്ന് പറയുന്നത്. മോർ സ്പെസിഫിക്കലി it is the time it takes for a signal to go from the compressed or attenuated state back the original non-compressed signal. ഒരു കംപ്രസ്ഡ് സിഗ്നലിൽ നിന്ന് അത് നോൺ കംപ്രസ്ഡ് സിഗ്നലിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ടൈം തന്നെയാണ് റിലീസ് ടൈം എന്ന് പറയുന്നത്. റിലീസ് ടൈം വിൽ ബി കൺസിഡേർഡ് ലോങ്ങർ ദാൻ അറ്റാക്ക് ടൈം. ഈ റിലീസ് ടൈം എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ടൈമിനെക്കാട്ടി കൂടുതലായിരിക്കും. ജനറലി റേഞ്ചിങ് എനിവേർ ഫ്രം 40 to 60 ms to 2 to 5 seconds depending on which unit you are working with. These can also sometimes be referred as a slopes dB per second of time. Typically, release time should be set off short as possible without producing pumping effect. ഇതാണ് ഇൻപുട്ട് സിഗ്നൽ ആണ്. ഇൻപുട്ട് സിഗ്നൽ പോകുന്ന ലെവലാണ് ഇത് വരിക. പിന്നെ ത്രഷോൾഡ്, പിന്നെ കംപ്രഷർ ഗെയിൻ. ഇത് അറ്റാക്ക് ടൈം ആണ്, ഇത് റിലീസ് ടൈം ആണ്. ഇത് ഔട്ട്പുട്ട് സിഗ്നൽ ആണ്. ഔട്ട്പുട്ട് സിഗ്നൽ ഇങ്ങനെ പോകുന്നു. ഡിജിറ്റൽ ഓഡിയോ കംപ്രഷൻ. ഡിജിറ്റൽ ഓഡിയോ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഓഡിയോ കംപ്രഷൻ അലൗസ് ദി എഫക്ട് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഓഡിയോ ഡാറ്റ. ഓഡിയോ ഡാറ്റന്റെ എഫക്റ്റിന്റെ സ്റ്റോറേജിന് അതിന്റെ ട്രാൻസ്മിഷനും എഫിഷ്യന്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ് ഡിജിറ്റൽ ഓഡിയോ കംപ്രഷൻ. അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള ഓഡിയോസ് കംപ്രസ് ചെയ്യാൻ മെയിൻ ആയിട്ട്. ദി വേരിയസ് ഓഡിയോ കംപ്രഷൻ ടെക്നിക്സ് ഓഫർ ഡിഫറെന്റ് ലെവൽസ് ഓഫ് കോംപ്ലക്സിറ്റി.
ഒരുപാട് ഓഡിയോ മീൻസ് ഡിജിറ്റൽ ഓഡിയോ കംപ്രഷൻസ് ഉണ്ട്. ആ ഒരു ഡിഫറെന്റ് ഡിജിറ്റൽ ഓഡിയോ കംപ്രഷൻസിനും ഡിഫറെന്റ് ലെവൽസ് ഓഫ് കോംപ്ലക്സിറ്റി ആണുള്ളത്. Compressed audio quality and the amount of data compression. This paper, okay. Thank you.